നമ്മുടെ സ്വപ്നഭൂമിയായ യുഎഇയിലെ സുരക്ഷിതത്വം അച്ചടക്കവും നിലനിർത്താൻ ഭരണകൂടം എപ്പോഴും കടുത്ത നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴിതാ പ്രവാസി സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന 2 നിർണായക നിയമങ്ങളാണ് യുഎഇയിൽ കർശനമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സാപ്പിലെ ഒരു ചെറിയ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിലെ ഒരു ചെറിയ അശ്രദ്ധയോ നിങ്ങളെ ലക്ഷങ്ങളുടെ കടക്കാരനാക്കാം, അതുമല്ലെങ്കിൽ ജയിൽ ശിക്ഷ വരെ വാങ്ങിത്തരാം. ഒന്നാമത്തേത് ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള വാട്സാപ്പ് നിയന്ത്രണങ്ങളാണ് എങ്കിൽ രണ്ടാമത്തേത് ദുബായിൽ റൂം ഷെയർഡ് ഹൗസിംഗ് നിയമങ്ങളാണ്. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഡിജിറ്റൽ ലോകത്തെ പുതിയ നിയന്ത്രണങ്ങളിലേക്ക് വരാം. നമ്മൾ സാധാരണയായിട്ട് ബാങ്ക് കാര്യങ്ങൾക്കും കസ്റ്റമർ കെയർ ചാറ്റുകൾക്കുമൊക്കെ വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ യുഎഇയിൽ അത് നടക്കില്ല. യുഎഇ സെൻട്രൽ ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും കടുത്ത നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉപഭോക്തൃ സേവനങ്ങൾക്കായിട്ട് വാട്സാപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, OTPകൾ അല്ലെങ്കിൽ മറ്റ് രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക വിവരങ്ങൾ ഇനി വാട്സാപ്പ് വഴി കൈമാറാൻ അനുവാദമില്ല. വാട്സാപ്പിലെ വിവരങ്ങൾ യുഎഇക്ക് പുറത്തുള്ള ഇന്റർനാഷണൽ സെർവേഴ്സിലാണ് സൂക്ഷിക്കുന്നത് എന്നതിനാലാണ് ഈ കടുത്ത തീരുമാനം. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ബാങ്കുകളുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനുകളോ അംഗീകൃത കോൾ സെന്ററുകളോ മാത്രം ഉപയോഗിക്കുക. പലരും വിചാരിക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന പേഴ്സണൽ ചാറ്റുകൾ ആരും കാണില്ല എന്നാണ്. എന്നാൽ യുഎഇയിലെ സൈബർ കുറ്റകൃത്യ നിയമങ്ങൾ വാട്സാപ്പിലെ സ്വകാര്യ സന്ദേശങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. ഒരാളുടെ അനുവാദമില്ലാതെ ഫോട്ടോയോ വീഡിയോയോ മറ്റൊരാൾക്ക് അയക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമൊക്കെ കടുത്ത കുറ്റമാണ്. ഇതിനേക്കാൾ വലിയ അപകടം ഗ്രൂപ്പുകളിൽ വരുന്ന സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഫോർവേഡ് ചെയ്ത മെസ്സേജുകളും ഒക്കെ അയക്കുന്നതാണ്. യുഎഇ നിയമപ്രകാരം ഒരു വ്യാജ വാർത്ത ഫോർവേഡ് ചെയ്താൽ പോലും നിങ്ങൾ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകും. ഇത്തരം അശ്രദ്ധകൾക്ക് 2.5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ അല്ലെങ്കിൽ കഠിനമായ തടവ് ശിക്ഷയോ ലഭിക്കാം. അതുപോലെ യുഎഇയിൽ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ആകുക എന്നത് വലിയൊരു ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സകല ഉള്ളടക്കങ്ങളുടെയും ഉത്തരവാദിത്തം അഡ്മിന് കൂടിയുണ്ട്. യുഎഇ സൈബർ നിയമത്തിലെ ആർട്ടിക്കിൾ 53 പ്രകാരം ഗ്രൂപ്പിൽ ആരെങ്കിലും വ്യാജ വാർത്തകളോ അശ്ലീല സന്ദേശങ്ങളോ വിദ്വേഷ പ്രസംഗങ്ങളോ പോസ്റ്റ് ചെയ്താൽ അത് ഉടനടി നീക്കം ചെയ്യാൻ അഡ്മിൻ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ അഡ്മിൻ നിയമക്കുരുക്കിലാകും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ദുബായ് കോടതികളുടെ പുതിയ നിരീക്ഷണങ്ങൾ പ്രകാരം വാട്സാപ്പ് സന്ദേശങ്ങൾ നിയമപരമായ തർക്കങ്ങളിൽ ഒഫീഷ്യൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ് കരാറുകൾ എന്നിവയിലൊക്കെ വാട്സാപ്പ് ചാറ്റുകൾ ഇന്ന് നിർണായകമാവുകയാണ്. നിങ്ങൾ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും അത്യാധുനിക ഫോറൻസിക് പരിശോധനയിലൂടെ കോടതിക്ക് അവ വീണ്ടെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക. ഇതിനിടയിൽ വാട്സാപ്പ് വെബ് പതിപ്പിൽ നേരിട്ട് വോയിസ് വീഡിയോ കോളുകൾ വിളിക്കാനുള്ള സംവിധാനം ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ യുഎഇയിൽ വോയിപ്പ് സേവനങ്ങൾക്ക് ഔദ്യോഗിക ടെലികോം അതോറിറ്റിയുടെ കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് എന്ന കാര്യം മറക്കരുത്. ഇനി നമുക്ക് പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന രണ്ടാമത്തെ വലിയ നിയമത്തിലേക്ക് കടക്കാം. ദുബായിലെ പുതിയ പാർപ്പിട നിയമങ്ങളാണത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുറപ്പെടുവിച്ച പുതിയ ഉത്തരവ് പ്രകാരം താമസ സൗകര്യങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അൽ റിഗ, അൽ മുറഖബാദ്, അൽ ബർഷ, സത്വ, അൽ റഫ തുടങ്ങിയ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ അധികൃതർ കനത്ത പരിശോധനയാണ് നടത്തുന്നത്. നമ്മുടെ പ്രവാസികൾക്കിടയിൽ ഒരു ഫ്ളാറ്റോ വീടോ വാടകയ്ക്കെടുത്ത ശേഷം അതിനെ ചെറിയ മുറികളായോ ബെഡ് സ്പേസുകളായിട്ടോ തിരിച്ച് മറ്റുള്ളവർക്ക് ഉപവാടകയ്ക്ക് നൽകുന്ന രീതി, അതായത് സബ്ലെറ്റിംഗ് വളരെ സാധാരണമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത്തരം അനധികൃതമായ സബ്ലെറ്റിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്കോ അല്ലെങ്കിൽ കൃത്യമായ ലൈസൻസ് ഉള്ള റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾക്കോ മാത്രമേ താമസ സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകാൻ ഇനി അധികാരമുള്ളൂ. ദുബായിൽ ഇനി മുതൽ വീടുകളോ ഫ്ളാറ്റുകളോ പങ്കിട്ട് താമസിക്കുന്നതിനും ഉപവാടകയ്ക്ക് നൽകുന്നതിനും ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മുൻകൂട്ടിയുള്ള പെർമിറ്റ് നിർബന്ധമാണ്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഡിജിറ്റൽ ചാനലുകൾ വഴി വേണം ഇതിനായിട്ട് അപേക്ഷിക്കാൻ. ഈ പെർമിറ്റുകളുടെ കാലാവധി 1 വർഷമാണ്. ആവശ്യമെങ്കിൽ 2 വർഷം വരെയും നീട്ടാം. കാലാവധി തീരുന്നതിന് 30 ദിവസം മുൻപെങ്കിലും ഇത് പുതുക്കണം. കെട്ടിടങ്ങളിലെ അമിത തിരക്ക് ഒഴിവാക്കി തീപിടുത്തം പോലുള്ള അപകടങ്ങൾ തടയാനാണ് ഈ നടപടിയൊക്കെ. ഈ പാർപ്പിട നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ കനത്ത പിഴ ചുമത്തും. 1 വർഷത്തിനുള്ളിൽ ഇതേ കുറ്റം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പിഴത്തുക ഇരട്ടിയാക്കും. അതായത് പരമാവധി 10 ലക്ഷം ദിർഹം വരെ ആകും പിഴ. നിയമപരമായ കരാറുകളില്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഭാവിയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ നിയമത്തിന്റെ ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്നും കൂടി ഓർക്കണം.
ചുരുക്കം പറഞ്ഞാൽ UAE ഭരണകൂടം നടപ്പിലാക്കുന്ന ഈ മാറ്റങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ തന്നെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ഫോണിൽ ഒരു സന്ദേശം ടൈപ്പ് ചെയ്യുമ്പോഴോ അത് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുമ്പോഴോ അത് നിയമവിരുദ്ധമല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കൃത്യമായ പെർമിറ്റ് ഉള്ളതാണെന്നും ഉറപ്പാക്കുക. അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചെറിയൊരു വീഴ്ച പോലും ലക്ഷങ്ങളുടെ കടബാധ്യതയിലേക്കും അല്ലെങ്കിൽ തടവറയിലേക്കും നയിച്ചേക്കാം. UAEയിൽ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.